തിരുവനന്തപുരത്തേക്ക് സൈനികരുമായി പുറപ്പെട്ട ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമിച്ചതിൽ ഒരാൾ അറസ്റ്റിലായി എന്ന സുപ്രധാനമായ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. മധ്യപ്രദേശിൽ ട്രെയിൻ സഞ്ചരിച്ചിരുന്ന പാതയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിലാണ് ഈ നടപടി ഉണ്ടായത്. റെയിൽവേ ജീവനക്കാരനാണ് അറസ്റ്റിലായത്. ബി ബാലഗോപാൽ ചേർന്നു. ബാലു, ഗൗരവതരമായ വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഈ അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക്? രതീഷ്, ഇക്കഴിഞ്ഞ 18-ാം തീയതിയാണ് ഈ തിരുവനന്തപുരത്തേക്ക് സൈനികരെയും അതുപോലെ തന്നെ ആയുധവും കൊണ്ടുപോവുകയായിരുന്ന പ്രത്യേക ഈ ട്രെയിൻ അട്ടിമറിക്കാൻ ശ്രമം നടത്തുമെന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നത്. ഈ ട്രെയിൻ സഞ്ചരിക്കുന്ന പാതയിൽ സഞ്ചരിക്കുന്ന വഴിയിൽ മധ്യപ്രദേശിലെ റത്ലാം എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ന ജില്ലയിൽ ഈ 10 മീറ്റർ അകലത്തിൽ ഏതാണ്ട് 10 സ്ഥലങ്ങളിൽ ഈ സ്ഫോടക വസ്തുക്കൾ വച്ചിരുന്നു എന്നായിരുന്നു കണ്ടെത്തിയിരുന്നത്. ഈ സംഭവത്തിൻ്റെ പേരിൽ സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ അന്വേഷണമാണ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും NIA-യും കരസേനയും അതുപോലെ തന്നെ ഭീകരവിരുദ്ധ സ്ക്വാഡും ഒക്കെ നടത്തിയിരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തു വരുന്നത്. പക്ഷേ ഈ അറസ്റ്റിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഇതുവരെയും ഈ ഏജൻസികൾ പുറത്തുവിട്ടിട്ടില്ല. ഈ സംഭവത്തിന് പിന്നിൽ വ്യാപകമായ അല്ലെങ്കിൽ വലിയ തോതിലുള്ള മറ്റു ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലും വിവിധ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം നടത്തി വരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. വലിയൊരു ഇതൊക്കെ കേൾക്കുമ്പോൾ റെയിൽവേ ജീവനക്കാരെന്ന പ്രാഥമികമായ വിവരമേ ഉള്ളൂ എങ്കിലും ഇതൊരു ഭീകരാക്രമണമാണ്, ഒരു വളരെ പ്രധാനപ്പെട്ട ഭീകരരുടെ ശ്രമമാണെന്ന് പരാജയപ്പെട്ടു പോയത് എന്ന് സേന സ്ഥിരീകരിക്കുന്നുണ്ടോ? അങ്ങനെ തന്നെയാണോ? അങ്ങനെ ഒരു സ്ഥിരീകരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല. എന്താണ് ഈ സംഭവത്തിന് പിന്നിലുള്ള യഥാർത്ഥ മോട്ടീവ് എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു ഔദ്യോഗികമായ വിശദീകരണം ഇതുവരെയും ഈ അന്വേഷണ ഏജൻസികളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ അറസ്റ്റ് സംബന്ധിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ മാത്രമാണ് നമുക്കിപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഇന്നലെ തന്നെ ഈ സ്ഥലത്ത് നിന്ന് ഒരാളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ അറസ്റ്റാണ് ഇപ്പോൾ ഈ അന്വേഷണ ഏജൻസികൾ പ്രാദേശിക പോലീസുമൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഇതിൻ്റെ പിന്നിൽ ഒരു വലിയ ഗൂഢാലോചന ഉണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. കാരണം ഈ സമീപകാലത്തൊക്കെ ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ച് ഉത്തർപ്രദേശിലും മധ്യപ്രദേശിലുമൊക്കെ വ്യാപകമായി ഈ ട്രെയിൻ ട്രാക്കുകളിൽ തീവണ്ടികൾക്ക് ദോഷം വരുന്ന തരത്തിൽ ഈ സാധനങ്ങളും മറ്റും വെക്കുന്ന, അതായത് ഗ്യാസ് സിലിണ്ടറുകൾ, വലിയ റോഡുകളൊക്കെ വെക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഈ സൈനികരെയും വഹിച്ചുകൊണ്ട് പോകുന്ന ഒരു പ്രത്യേക വണ്ടിക്ക് അല്ലെങ്കിൽ പ്രത്യേക ട്രെയിനിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇത്തരം ഒരു സംഭവം നടന്നിരിക്കുന്നതെന്നാണ് ഏറ്റവും ഗൗരവമേറിയ വിഷയം. അതുകൊണ്ട് തന്നെ വിവിധ അന്വേഷണ ഏജൻസികൾ ഈ ഭീകര ആംഗിൾ ഉണ്ടോ എന്നത് സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് NIA പോലും ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഏതായാലും ഒരാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് പ്രാഥമികമായി ലഭിക്കുന്ന വിവരമാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. അത് ലഭ്യമാകുമ്പോൾ മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ള ഒരു മോട്ടീവ് സംബന്ധിച്ച് അല്ലെങ്കിൽ ലക്ഷ്യം സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു വിവരം ലഭിക്കുക. ശരി, ബി ബാലഗോപാലാണ് വിവരങ്ങൾ നൽകിയത്. പ്രാഥമികമായ ചില വിവരങ്ങളാണ്, പക്ഷേ അതീവ ഗൗരവതരമാണ് കാര്യങ്ങൾ. അക്കാര്യത്തിൽ സേനയുടെ അടക്കം ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളും വിവരങ്ങൾ